നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം 1 വാക്യം. ദുഷ്ടന്മാരോട് നീ അസൂയപ്പെടരുത്, അവരോടുകൂടെ ആയിരിക്കുവാൻ നീ ആഗ്രഹിക്കുകയും അരുത്. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും നമ്മിൽ നോക്കുന്നതിന് പകരം, നമ്മിലേക്ക് തന്നെ നോക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്കും ചുറ്റുമുള്ളവരിലേക്കുമാണ് നമ്മുടെ കണ്ണുകൾ പായിക്കുക, അല്ലേ? അങ്ങനെയെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ഉയർച്ച താഴ്ചകൾ കണ്ട് നമ്മൾ അസൂയപ്പെടുകയും ചില സമയങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്നുള്ളൊരു ചൊല്ല് നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ ദുഷ്ടന്റെ വളർച്ചയിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ഇത്രത്തോളം ഉയരങ്ങൾ കീഴടക്കുന്നു, എനിക്കും അങ്ങനെയാകണം എന്നൊക്കെ ആഗ്രഹിക്കുകയോ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയോ ചെയ്യരുതെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദുഷ്ടരോടുകൂടെ ആയിരിക്കുവാൻ തന്നെ ആഗ്രഹിക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മൾ മറിച്ച് ആരോടൊപ്പമാണ് ആയിരിക്കേണ്ടത്? ദുഷ്ടന് പകരം നന്മ ചെയ്യുന്ന, നീതി ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നീതിമാനോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കണമെന്ന് ഈ വചനം നമ്മോട് പറയുന്നുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷമായല്ല, അപ്രത്യക്ഷമായിട്ട് നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ദുഷ്ടതയുടെ കളങ്കക്കറ പറ്റിയിട്ടുള്ള മറ്റു മനുഷ്യഹൃദയങ്ങളെ തിരിച്ചറിയുവാനും അതിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നീതിമാന്റെ വാക്കുകൾക്ക് കാതോർക്കുവാനും നീതിമാന്റെ വാക്കുകളെ അനുസരിക്കുവാനും പിന്തുടരുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയെങ്കിൽ യേശുവിനോളം വലുതായ ഒരു നീതിമാനും ഇന്ന് ഈ ലോകത്തിലില്ല, ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ നീതിമാന്റെ വാക്കുകൾ വചനങ്ങളിലൂടെ ശ്രവിക്കുവാൻ, നമ്മുടെ ചെവികൾ കൊണ്ട് ശ്രവിക്കുവാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനും അധരം കൊണ്ട് സ്തുതിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ചെറുപ്പത്തിലെ ഒരുമിച്ച് കളിച്ചു വളർന്ന 2 കൂട്ടുകാരുണ്ടായിരുന്നു, രാജുവും രാമുവും. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടുന്ന സമയത്താകട്ടെ ഇരുവരും നല്ല ഒന്നാന്തരം കർഷകരുമായിരുന്നു. അങ്ങനെ പരസ്പരം തങ്ങളുടെ കർഷക ജീവിതത്തെക്കുറിച്ച്, കാർഷിക വൃത്തിയെക്കുറിച്ച് പങ്കുവച്ച് മുന്നോട്ട് നടന്ന് നീങ്ങുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വഴിയരികിൽ ഒരു കോടാലി കിടക്കുന്നതായിട്ട് രാജു കാണുകയാണ്. അവൻ അത് ഓടിപ്പോയി എടുക്കുകയും സന്തോഷത്തോടു കൂടി തിരിച്ചും മറിച്ചും നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം രാമു ആകട്ടെ ഇത് കണ്ട് സന്തോഷത്തോടു കൂടി അവൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ രാജു ഇങ്ങനെ പറയുന്നു, ഞാൻ ഏറെ ആഗ്രഹിച്ചതാണ് ഒരു കോടാലി വാങ്ങണമെന്ന്. ദൈവം എനിക്കായി കാട്ടിത്തന്നതാണ് ഈ കോടാലി. അങ്ങനെയെങ്കിൽ ഇതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ രാമു അപ്പോൾ ഇങ്ങനെ പറയുന്നു, നമ്മൾ കൂട്ടുകാരല്ലേ, നമ്മൾ ഒരുമിച്ച് വന്നപ്പോഴല്ലേ ഈ കോടാലി ഇവിടെ കിടക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം ഇത് നമുക്ക് 2 പേർക്കും കൂടി തന്നതല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ടതല്ലല്ലോ ഈ കോടാലി, നമുക്കെന്നല്ലേ നീ പറയേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ ജീവിച്ചത്, ഇനിയും ജീവിക്കേണ്ടതും. എന്നാൽ അപ്പോൾ തന്നെ രാജു ഇങ്ങനെ പറയുന്നു, അല്ല, ഇത് ഞാനാണ് ആദ്യം കണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് അർഹതപ്പെട്ടതാണ്. ഇതിൽ നമുക്ക് എന്നുള്ളൊരു പദത്തിന് പോലും പ്രാധാന്യമില്ല. ഇത് കേട്ട് രാമുവിന് വിഷമമാകുന്നു. കാരണം തൻ്റെ കൂട്ടുകാരനെ താൻ കണ്ടത് അങ്ങനെയല്ല. എന്നിരുന്നാലും രാജുവിൻ്റെ സന്തോഷം കണ്ട് രാമു ഒന്നും മിണ്ടാതെ വീണ്ടും യാത്ര തുടരുകയാണ്. വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ അവർ മറ്റൊരു കാഴ്ച കാണുന്നു. എന്തായിരിക്കും ആ കാഴ്ച? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുനി. സുനി ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ട്രിവാൻഡ്രം മാറനെല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന്. മാറനെല്ലൂർ അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചിയുടെ? വീട്ടില് ഇപ്പൊ അമ്മയും കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ട്. ഓക്കെ. കുഞ്ഞ് ചെറിയ കുഞ്ഞാണോ? കുഞ്ഞ് UKG പഠിക്കുന്നു. UKG പഠിക്കുന്നല്ലേ? ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, സുഖമായിരിക്കുന്നു. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപായിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? അതെ. ചോദ്യം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ പ്രവാചകന്മാരോട് ജനം ചെയ്തത് എന്താണ്? ജനം അവരെ കൊന്നു കളഞ്ഞു. ഉറപ്പിക്കാലോ? അതെ. അതിൽ തന്നെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് അല്ലേ? ഉത്തരം ശരിയാട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, അവരെ കൊന്നു കളഞ്ഞു. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ചോദ്യം ഇതാണ്,
ഇസ്രായേലിനെതിരായി ഏലിയാവ് ദൈവത്തോട് വാദിച്ചത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ പ്രവാചകന്മാരെ കൊന്നുകളയും യാഗപീഠങ്ങൾ പിടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെയാണ്. അതെ, സംശയം വേണ്ട. അങ്ങനെയാണോ എന്നൊന്നും ചോദിക്കണ്ട. ഉത്തരം ലോക്ക് ചെയ്യട്ടെ? നമുക്കിവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല, ഉത്തരങ്ങൾക്ക് മാത്രമാണ് സ്ഥാനം. അപ്പം എന്തായാലും ഉത്തരം ശരിയാട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാവോ? പാടിക്കോ ചേച്ചി. എന്നെ നടത്തും ആ പൊന്നു കരവോ ഒരു നാളിലും കുറുകിട്ടില്ല, ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിച്ചുണ്ട്, ഒരു നാളും മന്ദമാകില്ല, ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിച്ചുണ്ട്, ഒരു നാളും മന്ദമാകില്ല. നടത്തിയതാ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹലോ, ആദ്യം പാടാൻ പറഞ്ഞപ്പോ ഒരു സംശയത്തോടെ ചോദിച്ചല്ലേ പാടാനോ അല്ലേ? എന്നിട്ട് ഇത്രയും നന്നായിട്ട് പാടുന്ന ആളല്ലേ? നന്നായിട്ട്. ചേച്ചി കൊയറിലൊക്കെ ഉണ്ടായിരുന്നോ? കൊയറിലുണ്ട്, ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നല്ലോ. ഒരു പഴയ പ്രതാപശാലിയുടെ ചരിത്രം ഉണ്ട്. അത് ഈ ലൈൻസ് ഒക്കെ എടുത്തപ്പോ ഉണ്ടല്ലോ, ഈ മറ്റേ പറയാൻ അറിയത്തില്ല, മറ്റേ വേരിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നൈസായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷം കേട്ടോ, നമ്മൾ പറഞ്ഞപ്പോ തന്നെ പാടിയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അതെ. ചോദ്യം ഇങ്ങനെയാണ്: ബാലിന് മുട്ടുമടക്കാത്ത എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 7000 പേർ. ഉറപ്പിക്കാലോ? അതെ അതെ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: 7000 പേർ. അപ്പോ ഇനി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് മുൻപായിട്ട് ഒരു വചനം കൂടി നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പങ്കുവെച്ചുകൂടെ? വചനം പറയാനോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? റെഫറൻസ് ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 27:1. 27:1. ഓക്കെ, വെരി ഗുഡ്. സന്തോഷം ഈ വചനം കേട്ടപ്പോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ എന്നാ? ചോദ്യം ഇതാണ്: അങ്ങനെ ഈ കാലത്തും ഒരു ശേഷിപ്പുള്ളത് എന്തനുസരിച്ചാണ്? ഈ കാലത്തും ഒരു ശേഷിപ്പുള്ളത് എന്തനുസരിച്ചാ? അതെ, സംശയം വേണ്ട, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് അനുസരിച്ച്. അത്രേ ഉള്ളൂ, സംശയം വേണ്ട കേട്ടോ. ഇനി സംശയിക്കരുത്. ഇപ്പോഴും തിരുശേഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും ആ ശേഷിപ്പ് ഉള്ളത് എന്തനുസരിച്ചാണ്? കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് അനുസരിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ പാടി വചനമൊക്കെ പങ്കുവച്ചു. അങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ കോൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ചേച്ചി, അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. സുനി ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ചേച്ചിക്കും കുഞ്ഞിനും ആ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഈശോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. 2 കൂട്ടുകാർ ഒരു കോടാലിക്ക് വേണ്ടിയിട്ട്
ഒരാൾ സ്വാർത്ഥത കാണിച്ച ഒരു കാഴ്ചയിലായിരുന്നു അല്ലെങ്കിൽ ഒരു സംഭവത്തിലായിരുന്നു നമ്മുടെ കഥ നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നീട് ഒരു കാഴ്ച വീണ്ടും മുന്നിലേക്ക് നടന്നപ്പോൾ ഇവർ കണ്ടതായി നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ആ കാഴ്ച? കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ രാമുവും രാജുവും മുന്നിലേക്ക് നടക്കുമ്പോൾ ഒരു മൺവെട്ടി കൂടി മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നതായിട്ട് കാണുകയാണ്. ഇത് കണ്ടതും രാജു തന്നെയായിരുന്നു. രാമുവിൻ്റെ നിർഭാഗ്യമെന്ന് രാജു അപ്പോൾ വിശ്വസിച്ചു. കാരണം രണ്ട് കാഴ്ചയും തൻ്റെ കണ്ണിലാണ് ദൈവം ആദ്യം കാട്ടിയത്. ഇയാൾ ഈ കോടാലിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മൺവെട്ടിയുടെ അടുക്കിലേക്ക് ഓടുകയാണ്. മണ്ണിൽ പുതഞ്ഞു കിടന്ന മൺവെട്ടി വലിച്ചെടുത്ത് വീണ്ടും ആഹ്ലാദിച്ചുല്ലസിച്ച് ആർത്തു ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഞാനൊരു നല്ല കർഷകനായതുകൊണ്ടായിരിക്കാം, ഈ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത നീതിമാനായ ഒരു കർഷകനായതുകൊണ്ടാകാം ഒരുപക്ഷെ ദൈവം ഇത്രയും വിലപിടിപ്പുള്ള ഈ കോടാലിയും മൺവെട്ടിയും ഒക്കെ എനിക്ക് സമ്മാനമായി നൽകിയത്. എന്നെപ്പോലെ ആകുവാൻ നീയും ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത തവണ നിനക്കായിരിക്കും ഇത്തരത്തിലുള്ള നല്ല സമ്മാനങ്ങൾ ലഭിക്കുക എന്ന് വളരെയധികം സ്വാർത്ഥതയോടുകൂടി ഈ രാജു രാമുവിനോട് പറയുകയാണ്. അപ്പോഴും രാമു ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടതും നമ്മൾ ഒരുമിച്ചല്ലേ, നമ്മൾ കൂട്ടുകാരല്ലേ, അങ്ങനെയെങ്കിൽ ഇത് എനിക്കുള്ളതാണെന്ന് എന്തിനാണ് പറയുന്നത്? ഇത് നമുക്കുള്ളതല്ലേ, നമ്മൾ രണ്ടുപേരും കർഷകരല്ലേ, നമുക്കിത് തുല്യമായി പങ്കിട്ട് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും രാജു ഇങ്ങനെ പറയുന്നു, അല്ല, ഇതും എൻ്റെ കണ്ണിലാണ് ദൈവം കാട്ടിയത്, ഇതും എനിക്കുള്ളതാണ്. ഈ സ്വാർത്ഥമായ വാക്കുകൾ രാമുവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, തൻ്റെ സുഹൃത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനി മുന്നോട്ടായാലും ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരികയില്ല, അങ്ങനെയെങ്കിൽ ഞാനും അങ്ങനെ തന്നെ അവനോട് പെരുമാറിയാൽ മതി. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ഏകദേശം ആ വനത്തിലെ യാത്ര പിന്നിട്ട് ആ വലിയ വ്യാപാര സ്ഥലത്തേക്ക്, കച്ചവട സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപായി ഇവർ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഒരു കൂട്ടം ആളുകൾ രോക്ഷാകുലരായി തിരികെ കാടിനുള്ളിലേക്ക് നടന്നു വരുന്നു. ഇവർക്ക് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ജനക്കൂട്ടമാകട്ടെ ഈ രാജുവിൻ്റെ കയ്യിലെ മൺവെട്ടിയും കോടാലിയും കണ്ടപ്പോൾ ആക്രോശിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, കള്ളൻ, പിടിക്കവനെ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കഥയിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപായി രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ആലപ്പുഴയിൽ നിന്നും സിൻഡ്രല്ല. ആലപ്പുഴയിൽ നിന്നും സിൻഡ്രല്ല ആന്റി ആണല്ലേ? അതെ. ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭർത്താവ്, 3 മക്കള്, 2 മരുമക്കള്, 2 പേരക്കുട്ടികള്. എല്ലാരും കൂടെ ചേർന്ന ഒരു കൂട്ടുകുടുംബം. അതെ 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 അതെ. അപ്പൊ വലിയ അനുഗ്രഹമാണല്ലേ? ഓ, ദൈവാനുഗ്രഹം. എല്ലാരും സുഖമായിട്ട്? എല്ലാരും എന്തോ? എല്ലാവർക്കും സന്തോഷവും സന്തോഷവും. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു ആ ചോദ്യം, എല്ലാരും സുഖവും സന്തോഷവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. ആ, മൂത്ത മോൾക്കൊരു അസുഖമൊക്കെ ആയിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ലത്. ആണോ? തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹം ഉണ്ടാവും, ഒരു സൗഖ്യം കിട്ടും കേട്ടോ. അതെ അതെ, പ്രാർത്ഥിക്കണം മക്കളെ. അതെ അതെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ ആന്റി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കയറിയാലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇസ്രായേലിന് ഭാഗികമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നത് എപ്പോൾ വരെയാണ്? ഇസ്രായേലിന് ഭാഗികമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നത് എപ്പോൾ വരെയാണ്? ഇസ്രായേലിന് ഭാഗികമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നത് എപ്പോൾ വരെയാണ്? എപ്പോ വരെയാ? ഹൃദയ കാഠിന്യം ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അതെപ്പോ വരെയാ? വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം. അല്ലേ? അതെ അതെ, ബൈബിൾ മാറുന്നതനുസരിച്ച് വേർഡിങ്സിൽ മാറ്റം ഉണ്ടാകുവേ. അപ്പൊ ഞാനൊന്ന് കൺഫ്യൂസ് ആയിപ്പോയി. അതെ, ഉത്തരം ശരിയാട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുവോളം. അത് ശരി തന്നെയാണ്, നമ്മൾ പറയുമല്ലോ, വേർഡിങ്സിൽ മാറ്റം ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വിടുവിക്കുന്നവൻ എവിടെ നിന്നാണ് വരുന്നത്? സിയോനിൽ നിന്നും വിമോചകൻ വരും. ലോക്കേട്ടെ? ഓക്കെ, അപ്പോ ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, വിടുവിക്കുന്നവൻ എവിടെ നിന്നാണ് വരുന്നത്? സിയോനിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങള് പിന്നിട്ടു, 2ഉം ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വചനം പങ്കുവെച്ചാലോ? പങ്കുവെച്ചോളൂ.
ഭർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? ആരോടെങ്കിലും ജീവിതത്തിൽ ഭയം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ആ, ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ യേശുവിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയമില്ലാര്. മനുഷ്യരോടാണോ തോന്നിയിട്ടുള്ളത്, ദൈവത്തോടാണോ? എനിക്ക് ഭയം മനുഷ്യരോടും തോന്നിയിട്ടുണ്ട്, ദൈവത്തോടും ഭയം തോന്നി. അപ്പൊ മനുഷ്യരോട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളത് കാരണം എനിക്ക് ഭയമില്ല. മനുഷ്യരെ ഭയമില്ല. ഏതൊക്കെയോ സാഹചര്യങ്ങൾ എത്തിയപ്പോ ആ സത്യം മനസ്സിലാക്കി അല്ലേ ഒടുവിൽ? മനസ്സിലാക്കി. കുറച്ച് വൈകിയാണത് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ ദൈവത്തെ മാത്രമേ ഭയമുള്ളൂ, മനുഷ്യനെ ഭയമില്ല. അത്രേ ഉള്ളൂ. വലിയൊരു സാക്ഷിയുള്ള വചനം അല്ലേ അപ്പോ? അതെ. ആ റെഫറൻസ് ഓർമ്മയുണ്ടോ ആന്റിക്ക്? സങ്കീർത്തനം 27-ാം അധ്യായം 27 ഒന്നാം വാക്യം. ഓക്കെ, അപ്പൊ അതെല്ലാം ഓർമ്മയുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ മാറ്റം വരാത്തതായ 2 കാര്യങ്ങൾ ഏതെല്ലാമാണ്? റോമർ 11-ാം അധ്യായം 29-ാം വാക്യം. ദൈവത്തിന്റെ മാറ്റം വരാത്തതായ 2 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ബൈബിളിന്റെ വേർഡിങ്സിലെ മാറ്റമാണ്. കൃപാവരങ്ങളും വിളിയും. അപ്പൊ ഇപ്പം അത് ശരിയായിട്ടുണ്ട്, ഉത്തരം ശരിയായിട്ടുണ്ട്. ദാനങ്ങളും വിളിയും. അത് സാറില്ല. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ന്യായവിധികളും അവന്റെ വഴികളും എങ്ങനെയുള്ളതാണ്? അനുസരണമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ ന്യായവിധികളും അവന്റെ വഴികളും. അവിടുത്തെ മാർഗങ്ങൾ എത്ര, ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. ആണ്. വേർഡിങ്സ് നല്ല മാറ്റമുണ്ട് കേട്ടോ അതിൽ, പക്ഷെ അർത്ഥം സെയിം ആണ്. പക്ഷെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ നമ്മുടെ ബൈബിൾ പ്രകാരം അത്യാവശ്യം നല്ലൊരു മലയാള സാഹിത്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഉത്തരം എങ്ങനെയാണ്: അഗോചരം, അന്വേഷണാതീതം. ദുർജയം. ലത്തിൻ കത്തോലിക്കരാണ് മോനെ, ലത്തിനാണ്. ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല. ശരി ഉത്തരം തന്നെയാണ് കേട്ടോ. അപ്പോ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു വചനം പങ്കുവെച്ച് പാട്ട് പാടുന്നോ? വേണ്ട മോനെ, സമയമില്ല. ആർക്കാ സമയമില്ലാത്ത? ആന്റിക്കോ? എനിക്ക് എന്താ, എന്റെ മോൻ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വരും. ഓക്കെ. അപ്പൊ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ നമ്മളോട് ഈ കോളൊക്കെ ചെയ്യാനും നമ്മളോട് സമയം ചെലവഴിക്കാനൊക്കെ കാണിച്ച ഹൃദയത്തിന് നന്ദി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മോനെ ഇത്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കാണുകയും ചെയ്യും എപ്പോഴും. ഓക്കെ, അത് തന്നെ കേൾക്കുമ്പോൾ സന്തോഷം. ഇനി അപ്പൊ വിളിക്കണം, കണ്ടാ മാത്രം പോരെ, ഇനിയും വിളിക്കണം. സിൻഡ്രൽ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി കോൾ അവസാനിപ്പിച്ചു. വളരെ നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല വചനമൊക്കെ പങ്കുവച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആൻറ്റിക്കും ആൻറ്റിയുടെ ഒത്തിരി പേരടങ്ങുന്ന ആ കുടുംബത്തിനും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. രാമുവും രാജുവും കഥയിലെത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ വലിയ ജനക്കൂട്ടം ആക്രോശിച്ചുകൊണ്ട് കള്ളൻ പിടിക്കവനെ എന്ന് പറഞ്ഞ് ഇവരുടെ നേരെ ഓടിയെടുക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ രാജു പറയുന്നു, അയ്യോ രാമു, നമ്മൾ പെട്ടല്ലോ, നമ്മളുടെ നേരെയല്ലേ ആൾക്കൂട്ടം ഓടി വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലെ ഈ കോടാലിയും ഈ മൺവെട്ടിയും കണ്ടിട്ടാണ് അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ ഇതേ സമയം രാമു പുച്ഛത്തോടെ രാജുവിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും കൂട്ടുകാരാ? ഇത്രയും നേരം ഈ മൺവെട്ടിയും കോടാലിയും ഒക്കെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്കെന്നോ? ഇതിലെനിക്ക് പങ്കില്ല, ഇത് ഞാൻ കട്ടെടുത്തിട്ടുമില്ല, ഇതെൻ്റെ കണ്ണിൽ എൻ്റെ ദൃഷ്ടിയിൽ പെട്ടതുമല്ല, ദൈവം ഇതെനിക്ക് സമ്മാനിച്ചതല്ല. ഒരുപക്ഷെ നിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട്, നിൻ്റെ ആഗ്രഹം കണ്ട് ദൈവം നിനക്ക് സമ്മാനിച്ചതാകാം. എങ്കിലും
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപരൻ്റെ കൈമുതൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് മറ്റാരുടേതോ ആയിരുന്നു, എന്നാൽ ആ നിമിഷം അതൊന്നും ചിന്തിക്കാതെ ദൈവം നിനക്ക് നൽകിയ സമ്മാനമെന്ന് കരുതി നീ ഇത് എടുക്കുകയല്ലേ ചെയ്തത്. എനിക്ക് പോലും അല്ലെങ്കിൽ എന്നെപ്പോലും അതിൽ പങ്കുകാരനാക്കിയില്ല. ഇത്രയും നേരം നീ എങ്ങനായിരുന്നോ ഞാനെന്ന ഭാവത്തിൽ നിന്നത്, ഇതിലും നീ അങ്ങനെ തന്നെ നേരിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛത്തോടെയുള്ള ചിരിയോടെ രാമു അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരു കൈയിലും കോടാലിയും മൺവെട്ടിയും പിടിച്ച് ജനക്കൂട്ടത്തിന് നടുവിൽ എല്ലാ തല്ലുകളും ഏറ്റുവാങ്ങി രാജുവും നിസ്സഹായനായി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ അവൻ തൻ്റെ തെറ്റ് തിരിച്ചറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായി എന്ത് സാമ്യമാണ് ഉള്ളതെന്നല്ലേ നമ്മുടെ സംശയം. കഥയുടെ അന്ത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ തോമസ്. ലീലാമ്മ തോമസ്. ലീലാമ്മ ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തലശ്ശേരി മല്ലിക്കർ എന്ന് പറയും. തലശ്ശേരി. കല്ലിശ്ശേരി. കല്ലിശ്ശേരി. ഓക്കെ ഓക്കെ. ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രം. ഒറ്റയ്ക്കാണ്? ഞാൻ ദൈവം. ഓക്കെ. അപ്പോ ദൈവവുമായിട്ട് ഭയങ്കര കൂട്ടായിരിക്കുമല്ലോ. മോശയോട് പറഞ്ഞില്ലയോ? എന്തോ? സാന്നിധ്യം എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. അതെ അതെ, അതാ ഞാൻ പറഞ്ഞേ. ഇടയ്ക്ക് നമ്മൾ പറയില്ലേ, ഒറ്റയ്ക്കല്ലല്ലോ, എപ്പോഴും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ ഒരാളുണ്ടല്ലോ, ദൈവം. അതെ, അപ്പൊ ഭയങ്കര കൂട്ടായിരിക്കുമല്ലോ ദൈവമായിട്ട്. എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, എല്ലാത്തിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ആൻറ്റി. അതെ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ? ആൻറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എത്ര അഗാധമായതാണ് ദൈവത്തിന്റെ ഡാഷ് ഡാഷ് എന്നിവ? ദൈവത്തിന്റെ വഴികൾ. ദൈവത്തിന്റെ വഴികൾ എത്ര അഗാധം? വഴികൾ എന്നതിനേക്കാളും പ്രോപ്പറായിട്ട് ഒരു ഉത്തരം പറയുന്നുണ്ട് അതിനകത്ത്. എത്ര അഗാധമായതാണ് ദൈവത്തിന്റെ ഡാഷ് 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 എന്നിവ? അവന്റെ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ദാനം എന്നൊരു ആഴമേ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഇപ്പൊ 2 പറഞ്ഞു. അവന്റെ വഴികൾ എത്ര അബോധം. ആ, ഏറെക്കുറെ നമുക്ക് ഒപ്പിക്കാം. എന്നാലും ഉത്തരം ശരിയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെയാണ് ധനം, ജ്ഞാനം, അറിവ്. അതെ, ഓരോന്നോരോന്നായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സകലവും ആരിൽ നിന്നും ആരിലേക്ക് ആകുന്നു? ദൈവത്തിലേക്ക്. അതിന് വേറെ എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ ബൈബിളില്? അതെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: അവനിൽ നിന്നും അവനിലൂടെയും അവങ്കലേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ, അതെ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പാട്ട് പാടാം. ആ, പാടിക്കോളൂ. എനിക്ക് വലിയ ട്യൂണൊന്നുമില്ല. ഓ, എനിക്കും വലിയ ട്യൂണൊന്നും അറിയത്തില്ല. ആന്റി പാടിക്കോ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എന്റെ കൃപ കിടക്കുന്നതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും യഹോവയെ കാത്തിരിക്കൂ. കത്തിയെ പുതുക്കിടൂ. കഴുകനെ പോലെ ചിറകടിച്ചും തളർന്നു പോവാടിയിടും. മതിയോ? മതി, നന്നായിട്ട് പാടി. ഇതാണോ ട്യൂണൊന്നും ഇല്ലാന്ന് പറഞ്ഞത്? ഈ വചനം ഏതാണ്ട് യെശയ്യാവിന്റെ പുസ്തകം 31 ഏറ്റവും ലാസ്റ്റ് വചനമാണ്.
ഓ, വചനമാണ് പാട്ടായിട്ടുള്ളത് അല്ലേ? ആ ഓക്കെ, ആ വചനം കൂടി ഒന്ന് പങ്കുവെക്കാവുന്നാ? പറയാലോ. ആ, പറഞ്ഞോളൂ. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചു വരും. അവർ തളർന്നു പോകാതെ ഓടുകയെ ക്ഷീണിച്ചു നടക്കുകയും ചെയ്യും. അതാ ബൈബിൾ ഉള്ളതിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വചനങ്ങളിലൊന്ന് ഈ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഓക്കെ, യഹോവയെ കാത്തിരിക്കുന്നവരെ ഉള്ളൂ, ചുമ്മാ കിട്ടത്തില്ല. ചുമ്മുള്ളവർക്ക് കിട്ടത്തില്ല, സ്വാഭാവികം. എന്തും ആഗ്രഹിക്കുന്നവർക്കല്ലേ കിട്ടത്തുള്ളൂ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വലിയ എന്താ പറയാ അനുഗ്രഹത്തിന്റെ വചനങ്ങളും പാട്ടുകളും ഒക്കെ പഠിച്ചിട്ട് വചന സമീക്ഷയിലേക്ക് വിളിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എന്താണ് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങളെ. അത് അതെ, സംശയിക്കേണ്ട ആവശ്യമില്ലല്ലേ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പോൾ ലാസ്റ്റ് ചോദ്യം ഇതാണ്: ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുവിൻ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങ് ലോക്ക് ചെയ്തേക്കട്ടെ എന്നാ? എനിക്ക് കാണാൻ അറിയാവുന്ന വചനം. ഓ, കാണാതെ അറിയാം. അപ്പൊ പിന്നെ ആരെയാ പഠിപ്പിക്കുന്നത് അല്ലേ? ഉത്തരം ശരിയാ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: 12 ഞാൻ ഇന്ന് കാണാതെ ഓക്കെ, പഠിക്കുന്നേ കൂടെ. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഓക്കെ, അപ്പൊ ആന്റി 4 ചോദ്യങ്ങൾക്കും വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? ഓക്കെ ആന്റി, അപ്പോ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലീലാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് ശക്തമായിട്ട് ഉത്തരം പറഞ്ഞു. നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി അത് വചനം വെച്ച് സാധൂകരിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു സാക്ഷ്യം നൽകുന്ന ഒരു കോളായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, ഇന്നത്തെ അധ്യായത്തിൻ്റെ അന്ത്യത്തിലേക്ക് മടങ്ങി വരാം. 2 കൂട്ടുകാർ, അതിലൊരാൾ ഇടയ്ക്ക് സ്വാർത്ഥതയോടെ പെരുമാറിയപ്പോൾ അവന് അവൻ്റെ കൂട്ടുകാരനുമായിട്ടുള്ള സൗഹൃദമാണ് നഷ്ടമായത്. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവുമായി ഈ കഥയെ നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയാലോ? നമ്മളും പലപ്പോഴും ഇങ്ങനെയല്ലേ? നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ പലപ്പോഴൊക്കെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മളൊരു മുൻതൂക്കം കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി ഒരുപക്ഷെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് നമ്മുടെ കുടുംബങ്ങളിലായിരിക്കാം. എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. അവിടെയൊക്കെയും മുന്നിട്ട് നിൽക്കുന്നത് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളോടും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്നുള്ള ചിന്താമനോഭാവത്തോടെയുള്ള ചിന്തകളും മുന്നിൽ വയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടിടത്ത് എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കുക. അത് ഒരു സന്തോഷം വരുമ്പോൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വേദന ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമ്മളെയും ചേർത്ത് പിടിക്കും. അങ്ങനെയെങ്കിൽ നല്ല ബന്ധങ്ങൾക്ക്, നല്ല സൗഹൃദങ്ങൾക്ക്, നല്ല കുടുംബങ്ങൾക്ക്, നല്ല കുടുംബജീവിതങ്ങൾക്ക്, നല്ല സൗഹൃദ വലയങ്ങൾക്ക് വേണ്ടി നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുവാൻ ഇത്തരത്തിൽ നമ്മുടെ ചിന്തകൾക്ക് പകരം, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതകൾക്ക് പകരം സ്നേഹം എന്ന ആയുധം കൊണ്ട് പ്രയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ കഥ നമ്മെ സഹായിക്കട്ടെ. രാജുവിനെ പോലെ സ്വാർത്ഥനാകാതിരിക്കുവാനും, രാജുവിന് ഒരു പ്രശ്നം വന്നപ്പോൾ അവനെ വിട്ടുപോയ രാമുവിനെ പോലെ ചിലപ്പോഴെങ്കിലും ചില നന്മകൾക്ക് വേണ്ടിയുള്ള സ്വാർത്ഥരാകാതിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ കഥ നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.